പ്രിയപ്പെട്ട ഫോക്കസിന്റെ പഠിതാക്കളെ, ഭാവിയിൽ ഇതുപോലെ ഫോക്കസിന്റെ പഠിതാക്കൾക്ക് മുമ്പിൽ ഒന്ന് സംസാരിക്കാൻ കാത്തിരിക്കുന്നവരെ, ഇവിടെ കാണുന്ന പല പേരുകളും സുപരിചിതമാണ്. പലപ്പോഴും കഥ കേട്ടവരാണ്. ഇൻഷാ അള്ളാ നമ്മളെല്ലാവരും ഒരു PSC അഡ്വൈസ് കിട്ടി, അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി, ജോലിക്ക് കയറാൻ വേണ്ടി ഏറെ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു. അപ്പോ അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങളുമായിട്ട് വന്നിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കുറേ വർഷങ്ങളുടെ കഥയാണ്. 2 3 4 വർഷം കൊണ്ടല്ല ഞാനൊരു PSCയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് കാലെടുത്ത് വെച്ചത്. 10ൽ കൂടുതൽ വർഷം ഒരുപക്ഷേ ഞാൻ PSCയുടെ പുറകേ ഉണ്ടായിരുന്നു. 2005 സെറ്റ് കിട്ടുകയും 2013 ആദ്യമായി റാങ്ക് ലിസ്റ്റിൽ വരികയും HSA തിരുവനന്തപുരം അതിൽ ജോലി കിട്ടാതായി. പിന്നീട് ഞാൻ അവിടുന്ന് അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് 4.5 വർഷം ആ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ കാത്തിരുന്നു. അതിൽ നിയമനം കിട്ടിയില്ല. അങ്ങനെ പിന്നീട് വന്ന ലിസ്റ്റുകളിലൊന്നും കുറച്ച് വർഷത്തേക്ക് ഞാനില്ല. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ പുസ്തകം പൊടി തട്ടിയെടുത്തു. വീണ്ടും ലിസ്റ്റുകളിൽ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എഴുതുന്ന എക്സാമുകളിലെല്ലാം ലിസ്റ്റുകളിലുണ്ട്. കമ്പൈൻ സ്റ്റഡി ഉണ്ട്. പഠനത്തിന് വേണ്ടിയിട്ടുള്ള ദീർഘമായ യാത്രകൾ ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് ജനിച്ചതും വളർന്നതും. താമസിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. ഈ തെക്കൻ കേരളത്തിൽ അറബിക്കിനൊരു കോച്ചിങ് ഇല്ലാത്തതിൻ്റെ പ്രയാസം ഏറെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് 50 കിലോമീറ്ററോളം യാത്ര ഒരു പ്രാവശ്യം ചെയ്ത് 74 കിലോമീറ്റർ യാത്ര ചെയ്ത് എൻ്റെ കൊച്ചുമോളെ 1.5 വയസ്സുള്ള മോളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ നിന്നൊരു 40 കിലോമീറ്റർ യാത്ര ചെയ്ത് കമ്പൈൻ സ്റ്റഡി നടത്തി. അവിടെ എൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്ന എല്ലാവരും ജോലിക്ക് കയറിയിട്ടും ഞാൻ മാത്രം കയറിയില്ല. വീണ്ടും ഞാൻ അടുത്ത ഒരു PSCക്ക് വേണ്ടി പഠിച്ചു. ഇങ്ങനെ കുറേ യാത്രകൾക്ക് ശേഷം വീണ്ടും ഒരു കമ്പൈൻ സ്റ്റഡി. ആ കമ്പൈൻ സ്റ്റഡിയിലും 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കോവിഡ് സമയമായിരുന്നു. ഫുൾ ടൈം പഠനമായിരുന്നു. പഠിച്ചു, കണ്ണടിച്ചു പോയി മൊബൈൽ ഉപയോഗിച്ച്. എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചയാൾ നല്ല റാങ്കിലെത്തി. കൊല്ലം ജില്ലയിൽ LP ഫുൾ ടൈമിലേക്ക് കയറി. അതിലും ഞാൻ കയറിയില്ല. ഇന്നും ലിസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കൂടെ ഇരുന്ന് പഠിച്ചവരെല്ലാം ജോലിക്ക് കയറുകയും ഞാൻ മാത്രം നോക്കുകുത്തിയായിട്ട് പുസ്തകങ്ങൾ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്തായിരിക്കും? ആ ചിത്രമാവാൻ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും പഠിച്ചു. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചത്, ഞാൻ ഡിഗ്രിക്ക് എനിക്ക് കിട്ടിയ മാർക്ക്, MAക്ക് എനിക്ക് കിട്ടിയ റാങ്ക്, BEdന് കിട്ടിയ ഏറ്റവും കൂടുതൽ മാർക്ക്, MPhilന് കിട്ടിയ ഗ്രേഡ്, ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയും ഇടയ്ക്കിടയ്ക്ക് ആ അലമാരയിലേക്ക് നോക്കുമ്പോൾ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ഞാൻ അത്ര അങ്ങ് മോശക്കാരിയാണെന്ന് എനിക്ക് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഞാൻ പുസ്തകങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ്. പല കോച്ചിങ് സെന്റർ എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഫോക്കസിൽ വരുന്നതിന് മുമ്പ് ചില ഇതുപോലെ ഓൺലൈൻ വാട്സപ്പ് വഴിയുള്ള കോച്ചിങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു. ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഈ പഠനമൊന്നും ഞാൻ തൃപ്തികരമല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ പഠനം നമ്മൾ തൃപ്തികരമായിരിക്കണം. എത്രയും ഫുൾ പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ പഠിച്ചത് പഠനത്തിൽ നമ്മൾ തൃപ്തിയുള്ളവരായിരിക്കുക. എനിക്ക് പഠനത്തിൽ ഒരിക്കലും തൃപ്തിയുള്ള ഒരാളായിരുന്നില്ല. എനിക്ക് 1 വേഡ് പഠിക്കുന്നത് ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ പഠിക്കണം, കുറേ വായിക്കണം, ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള ഓരോരുത്തർക്ക് ഓരോ ടാലൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം എനിക്ക് അതായിരുന്നു ഇഷ്ടം. ഞാൻ ഇങ്ങനെ വായിച്ച് കൂടുതൽ വായിക്കുകയും ചിലപ്പോൾ എന്നാലേ എനിക്ക് അതിൽ നിന്ന് കുറേ എനിക്ക് കിട്ടുകയുള്ളൂ. ഈ 1 വേഡ് പഠിക്കുന്ന ചിലർക്ക് നല്ല കഴിവുണ്ടായിരിക്കും. 1 വേഡ് ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. അന്ന് അത് മതിയായിരുന്നു. അന്ന് 1 വേഡ് അങ്ങനെ പഠിച്ച് എക്സാം എഴുതിയാൽ മതി. പക്ഷേ എനിക്കത്
അതിനുള്ള കഴിവ് എനിക്കില്ല. അത് ഞാൻ വളർത്തിയെടുത്തിട്ടില്ല. എന്തോ എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ പഠനത്തിൽ ഞാൻ തൃപ്തയല്ലായിരുന്നു എന്ന് വാസ്തവം. പക്ഷെ എനിക്ക് തോറ്റു കൊടുക്കാനും മനസ്സില്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഞാൻ വേറെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോക്കസിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് അവിടെ ഉള്ള പഠിതാവ് തന്നെ എന്നോട് ഇങ്ങനെ ഫോക്കസിനെ കുറിച്ച് പറയുകയും, അങ്ങനെ ഞാൻ സുലൈമാൻ സാറിനെ വിളിക്കുകയും സാറ് എനിക്ക് ഒരു മോഡൽ ഒരു ക്ലാസ് ഇട്ട് തരികയും അപ്പോൾ എനിക്ക് ക്ലിക്കായി, ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ക്ലാസ്. ഉടനെ അതിനകത്ത് ചേരുകയും ചെയ്തു. പക്ഷെ ആ ഒരാഴ്ച ആയപ്പോൾ തന്നെ കൊല്ലം ജില്ലയിലെ എക്സാം വരികയായിരുന്നു. പക്ഷെ എനിക്കിത് ഇത്രയും കവർ ചെയ്യാൻ പറ്റിയില്ല. സിലബസ് എല്ലാം കവർ ചെയ്യാൻ പറ്റാത്തതിനാൽ ഞാൻ അതിനകത്ത് വീണ്ടും താഴേക്കാണ് വന്നത്. അതിനു മുമ്പ് കുറേ ലിസ്റ്റുകളിൽ ഇപ്പോൾ ഞാനൊന്ന് പ്രൊഫൈലൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഇപ്പോൾ അതിനകത്ത് 12ഓളം മെയിൻ ലിസ്റ്റിൽ ഞാനുണ്ട്. നമ്മുടെ അറബിക്കിൻ്റെ തന്നെ പല തസ്തികകളിൽ പല ജില്ലകളിൽ 12ഓളം ലിസ്റ്റുകളുണ്ട്. ഇതിന് പുറമെ നമ്മൾ വൺ ചെയിൻ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഓൺലൈൻ ആകുന്നതിന് മുമ്പ് നടന്ന PSC എക്സാമുകളിലും ആ റാങ്കുകളിലും ഉണ്ട്. അതിനൊന്നും പിന്നെ തെളിവില്ല. അങ്ങനെ വളരെ വർഷം കൊണ്ട് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്ന് കിട്ടാതാവുക, തൊട്ട് മുമ്പെത്തുക, എനിക്ക് തൊട്ട് മുമ്പ് ആള് വരെ ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നുള്ളൂ, ഉടനെ ലിസ്റ്റ് ക്യാൻസൽ ആവുക, അല്ലെങ്കിൽ കാലാവധി കഴിയുക, ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ വന്നു. ഫോക്കസിൽ വന്നു എൻ്റെ പഠന രീതികളൊക്കെ മാറി. ഞാൻ കമ്പൈൻ സ്റ്റഡി ചെയ്തിരുന്നു. എൻ്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി ചെയ്തിരുന്നവരെല്ലാം ജോലി കിട്ടിപ്പോയി. പിന്നെ ഓരോരുത്തരും എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പറയുമ്പോൾ എന്നോട് കമ്പൈൻ സ്റ്റഡി ചെയ്തവരെല്ലാം ജോലിക്ക് കയറിപ്പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും, എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നവരൊക്കെ കയറി പോകുന്നുണ്ട്, ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. എന്നോട് പിന്നീട് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി, കമ്പൈൻ സ്റ്റഡി ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞു ടാറ്റ ബൈ ബൈ, ഇനി ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് ഞാനില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചോളാം. അങ്ങനെ ഞാൻ ഒരു 4 മാസം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചു. എൻ്റെ കൂടെ ആരും കമ്പൈൻ സ്റ്റഡിക്കില്ല. നമുക്ക് അറിയാമല്ലോ, ഞാൻ ആദ്യ റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് ഞാൻ രണ്ടാമത്തെ കുട്ടി ഡെലിവറി കഴിഞ്ഞ് കിടപ്പാണല്ലോ. അപ്പോൾ അന്ന് വന്ന ലിസ്റ്റ് 4.5 വർഷം നിന്നു, അതിൽ നിന്ന് ആരെയും എടുത്തില്ല. വളരെ പ്രതീക്ഷയായിരുന്നു. ആ ലിസ്റ്റ് ഞാൻ പഠിച്ച് ഇറങ്ങി കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ 28ാമത്തെ വയസ്സിലാണ് ആ ലിസ്റ്റ് വരുന്നത്. എൻ്റെ വീട്ടുകാർ വിചാരിച്ചു ഓക്കെയാണ്, ഇവള് ജോലിക്ക് കയറും. പക്ഷെ കയറിയില്ല. പിന്നീട് അതിങ്ങനെ 4.5 വർഷം അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. വേറെ ഒരു ലിസ്റ്റിലും ആ ഒരു 4.5 വർഷം വന്നില്ല. ആ ഒരു വിടവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് 20 വർഷം ഞാൻ പിന്നിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനുശേഷം 10 വർഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ലിസ്റ്റ് വന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലിസ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലിസ്റ്റിൽ ഒരുപക്ഷെ നമ്മൾ മുന്നിലായിരിക്കാം, കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കാൻ പാടില്ല. ഒന്നാമത്തെ പാഠം നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. 2, നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കണം. ഞാൻ വിചാരിച്ചു കമ്പൈൻ സ്റ്റഡി ചെയ്താൽ ഇപ്പം എനിക്ക് ജോലി കിട്ടും, ഭയങ്കരമാണ് എന്ന് വിചാരിച്ചു. കുറേ നമ്മൾ പഠിക്കും. പക്ഷേ പിന്നെ എൻ്റെ മറ്റു പഠനത്തിലെ ഫോൾട്ട് കൊണ്ടാണോ ഈ പഠനത്തിലെ ഫോൾട്ട് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരെല്ലാം കയറിപ്പോയപ്പോൾ ഞാനിങ്ങനെ നിന്നു, അന്തം വിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ നിന്നു. പക്ഷേ ഇവരെല്ലാവരെക്കാളും മറ്റ് പഠനത്തിലെല്ലാം മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളുമാണ്. അപ്പോൾ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. നമ്മൾ ഒരേ തരക്കാരുമായിട്ടായിരിക്കും നമ്മൾ പഠിക്കാനിരിക്കുന്നത്. നമ്മൾ ഈ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രശ്നം, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു, ഉത്തരത്തിലേക്ക് നമ്മളെല്ലാവരും എത്തണം. ഒരു ഗ്രൂപ്പിലെ എല്ലാവരും ആ ഒരു ഉത്തരത്തിലേക്ക് എത്തണം. ഒരു പക്ഷേ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കാത്തതായിരിക്കാം. പക്ഷേ വേറൊരാൾ നമ്മുടെ മറുഭാഗത്ത് അല്ലെ നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന ഒരാൾ ആ ഉത്തരം പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കിത് അറിയാം എന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഉത്തരം നമ്മുടെ മനസ്സിൽ ഉറച്ചിട്ടില്ലാത്തതായിരിക്കും. അപ്പം നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ അങ്ങനെ ചെറിയൊരു വിഷയം വരും.
എല്ലാവരെയും അത് ബാധിക്കണമെന്നില്ല. ഈ നമുക്കറിയാം ഫോക്കസിൽ തന്നെ പിയർ ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാവരും സബ് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരുന്ന് ക്വസ്റ്റ്യനും മറ്റ് ഡിസ്കഷൻ ചെയ്ത് പഠിച്ച് ഉന്നത റാങ്കുകളിൽ എത്തിയ കുറേ ആൾക്കാരുണ്ട്. 1ഉം 2ഉം ഒക്കെ റാങ്ക് പല തസ്തികകളിൽ വാങ്ങിയ ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഓരോരുത്തരും അവനവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഏതാണ് നല്ലത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതാണ് 2ാമത്തെ പാഠം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ തുടങ്ങി. പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് സ്വതവേ താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മൂത്ത 2 കുട്ടികളെ ഞാൻ അവിടെ ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ചെറിയ മോളെയുമായി എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കുറച്ച് മാസത്തെ ലീവ് എടുത്തുകൊണ്ട്. സാധാരണ നമുക്ക് സാധിക്കാറില്ല. പല ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. നമുക്ക് അവിടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമ്മൾ ഒരിക്കലും നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും. കൂടാതെ ഞാനൊരു മദ്രസയിൽ അവിടെ സ്വദുർ മുഅല്ലിമയും കൂടെ ആയിരുന്നു. ഇതെല്ലാം ഞാൻ മാറ്റിവെച്ചു. എല്ലാവരും നിലവിളിച്ചു, പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നത് പോലെ എല്ലാവരും നിലവിളിച്ചു. പക്ഷെ എനിക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ കുറച്ച് മാസത്തേക്ക് ഞാൻ ഒന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഠിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ കുറേ മാസങ്ങൾ മാറ്റിവെച്ചു. എൻ്റെ കുട്ടികളെ കുറച്ച് നഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. ചില നഷ്ടങ്ങൾ, ചിലത് ചീഞ്ഞാലേ മറ്റതിന് വളമാവൂ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റില്ല. എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ. ഇത് എൻ്റെ അവസാനത്തെ ചാൻസാണ്. എനിക്ക് ഇനി ഇതുപോലൊരു ചാൻസ് ഇല്ല. തിരുവനന്തപുരം ജില്ലയിലെ ഹൈസ്കൂളിൽ 3 എക്സാം എഴുതിയ ആളാണ് ഞാൻ. 3 ടേം. 2008 എഴുതി, അതിനുശേഷം വന്നത് എഴുതി, ഇപ്പൊ നിലനിൽക്കുന്ന HS എഴുതി. ഇതേ 3 ലിസ്റ്റിലും വന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഒരേ ഒരു ജില്ലയിൽ ഒരേ തസ്തികയിൽ എഴുതിയ എല്ലാ ലിസ്റ്റിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. സ്വയം ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ ആലോചിച്ച് നോക്കിയതല്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്നിട്ടും എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോ ഈ നമ്മളെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മളെ ഇറങ്ങിപ്പോകുമ്പോഴുള്ള നമ്മുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ക്ലിയർ ആയിരിക്കണം. ഞാൻ പറഞ്ഞിരുന്നു, കൊല്ലം ജില്ലയിലെ LP എക്സാം എഴുതാൻ പോകുമ്പോൾ ടെൻഷനാണ്. വീട്ടിലെ കാര്യം എന്താവും, മക്കൾ എന്താവും, വീട്ടിൽ പാചകം എല്ലാം റെഡി ആയിട്ടുണ്ടോ, ഞാൻ ഈ റെഡിയാക്കി വെച്ചിട്ട് പോകുന്നതിൽ ആർക്കെങ്കിലും അതൃപ്തിയുണ്ടോ, ഞാൻ ഈ ഇറങ്ങിപ്പോകുന്നതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ, ഇതൊക്കെ എൻ്റെ മനസ്സിന് ഇങ്ങനെ അലട്ടുന്ന വിഷയമായിരുന്നു. അന്ന് ഞാൻ ഹസ്ബൻഡിനോട് തറപ്പിച്ച് പറഞ്ഞു, ഇനി ഒരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നേ പോവുള്ളൂ. ഒരിക്കലും നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിനെ കുറ്റം പറയുന്നതല്ല. ചില അറ്റ്മോസ്ഫിയർ, ചില കാര്യങ്ങൾക്ക് നമുക്ക് യോജിച്ചതാവില്ല. കാരണം പല ഉത്തരവാദിത്തങ്ങൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മേലിൽ ഉള്ളത് കൊണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു. അപ്പം ഞാൻ എഴുതാൻ പോകുന്ന എക്സാം തിരുവനന്തപുരം ഹൈസ്കൂളാണ്. 5-നകത്ത് വരണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. മാഷാ അല്ലാഹ്, കുഴപ്പമില്ല. 7ാം റാങ്കിലെത്തി. വീട്ടുകാർക്ക് സന്തോഷമൊന്നുമില്ല, 5-നകത്ത് വന്നില്ല എന്നുള്ളതായിരുന്നു വിഷമം. പിന്നീട് ഞാൻ എഴുതിയത് ഹയർ സെക്കൻഡറിയാണ്. ഹയർ സെക്കൻഡറിയിൽ 16ാമതായി. സപ്ലിമെന്ററിയിൽ 1ആണ്. പലപ്പോഴും ഞാൻ സപ്ലിമെന്ററി എന്ന് ആരോടും പറയാറില്ല. പക്ഷെ ഞാൻ പറയുന്നത് അഭിമാനത്തോടു കൂടിയാണ്. തെക്കൻ ജില്ലയിൽ നിന്ന് ഒരാൾ മാത്രമേ നിലനിൽക്കുന്ന ഹയർ സെക്കൻഡറി ലിസ്റ്റിലുള്ളൂ. പക്ഷേ വലിയ ജോലിയൊന്നും പ്രതീക്ഷയില്ലെങ്കിൽ ഞാൻ അഭിമാനത്തോടു കൂടി എപ്പോഴും പറയും, ഈ ഹയർ സെക്കൻഡറി ലിസ്റ്റിൽ ഞാനുണ്ടെന്ന്. പല കാരണങ്ങളുണ്ട്. കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പഠിച്ചത്. എൻ്റെ പരമാവധി സിലബസ് ഞാൻ കവർ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് അറബി സിനിമയെക്കുറിച്ച് കേൾക്കുന്നത് ആ ഒരു സമയത്താണ്. പക്ഷേ നമ്മുടെ ഫോക്കസിൽ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിലും സിനിമയെക്കുറിച്ചുള്ള പോഷൻ വരുന്നില്ല.
അപ്പൊ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത്, നസ്രുദ്ദീൻ സാറിനോടാ ചോദിക്കുന്നത്, അറബിക് സിനിമയെ കുറിച്ച് ഒന്നും വന്നില്ലല്ലോ, ക്ലാസ്സില്ലേ. സാറ് പറഞ്ഞ് എടുക്കും, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. കഴിഞ്ഞ എക്സാമിനൊക്കെ അതിന് കോളേജിയറ്റ് എക്സാമിന് പോലും അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ പോലും വരാറില്ല, സിലബസിൽ ഉണ്ടാകുമെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, പല സ്ഥലത്തു നിന്നും അന്വേഷിച്ച്, മുമ്പ് ഹയർ സെക്കൻഡറി എഴുതിയവരോടെല്ലാം അന്വേഷിച്ച് ഞാൻ അതും കവർ ചെയ്തു. അത് ഞാൻ എന്ന് ഒരു അരമണിക്കൂർ ദിവസവും ഞാൻ അതിങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. അൽഹംദുലില്ലാ അതിൽ വന്ന എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പലരും ആ പോർഷൻ ഒഴിവാക്കിയതാണ്. 2, സമയമില്ല, എനിക്ക് പറഞ്ഞു തീർക്കാൻ സമയം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറയണം, നമ്മൾ ഫോക്കസിലെ ആ സമയത്ത് ഫജറുദ്ദീൻ സാറും ഉസാമ സാറും രാവിലെ നഹ്വിൻ്റെ ഏറ്റവും സിമ്പിളായ പോർഷൻ മുതൽ എടുക്കുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഉണ്ടാവും. അന്ന് എന്നോട് പലരും, എൻ്റെ കൂടെ ഇതുപോലെ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുന്ന പലരും പറഞ്ഞിരുന്നു, ആ ക്ലാസ് ഒരു രസമില്ല, കാരണം സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ്, മുമ്പത്തത് ഖബർ, ഫേല്, ഫായില്, മഫൂൽ ഇതൊക്കെയാണ് ആദ്യം വരുന്നത്. അപ്പൊ അത് കേട്ട് വയ്യ, അതൊക്കെ എളുപ്പമുള്ളതാണ്, അത് കേൾക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും. പക്ഷെ ഞാൻ ഒരൊറ്റ ലൈവ് ക്ലാസ്സുകളും മുടക്കാറില്ലായിരുന്നു. ഈ പറയുന്ന ക്ലാസ് ഞാനങ്ങ് ആസ്വദിച്ച് ഞാനങ്ങ് പഠിക്കുമായിരുന്നു. ലൈവായിട്ട് തന്നെ ഞാൻ പഠിക്കും. ശേഷം ഞാൻ ഈ നമ്മൾ ഫോക്കസിലെ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ വർഷം മുമ്പ് ഞാൻ പഠിക്കാൻ തുടങ്ങിയ ആളാണ്. അപ്പൊ എനിക്ക് ഓരോ പ്രാവശ്യവും എനിക്ക് ഓരോ നോട്ട് തയ്യാറാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മുമ്പ് തയ്യാറാക്കിയ നോട്ടിന്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകാനേ സാധിക്കുകയുള്ളൂ. വേറെ നോട്ട് തയ്യാറാക്കുന്നത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ പണ്ട് തയ്യാറാക്കിയ നോട്ടിന്റെ കൂടെ അവിടെയും ഇവിടെയും ഒക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ, ഇത് നോട്ട് ഇപ്പൊ എടുത്ത് നോക്കാൻ പറ്റൂല, അതൊരു യുദ്ധക്കളമാണ്. അത്രത്തോളം പോയിന്റ്സുകൾ കിട്ടുന്നതെല്ലാം ശേഖരിച്ച് വെക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്നതിനാൽ, ഞാൻ സ്ഥിരം കൈകാര്യം ചെയ്യുന്നതിനാൽ എനിക്ക് നല്ല രസമാണ് ആ ബുക്ക് കാണാൻ. നല്ല രസമാണ്, ഓരോ പേജുകളും എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവും. പിന്നെ എനിക്ക് എക്സാം, അപ്പൊ ഞാൻ ഈ നഹ്വിന്റെ ക്ലാസ് അത് കൃത്യമായിട്ട് കേൾക്കുകയും അത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും, ഇത് കേട്ട് കഴിഞ്ഞാൽ ആ പോർഷനിൽ നമ്മൾ ഹാരിസ് സാറിന്റെ ക്ലാസ്സും എടുത്ത് കേൾക്കുമായിരുന്നു. 2, നഹ്വിന്റെ പഠനത്തിൽ ഞാൻ ചെയ്തിരുന്നത്, ഞാൻ 6 വാള്യം ഞാൻ സ്വയം പഠിച്ചിരുന്നു. ഞാൻ മുമ്പ് പല ഗ്രൂപ്പുകളിലും ചേർന്ന് പഠിച്ചിരുന്നു പറഞ്ഞിരുന്നു. അവിടങ്ങളിൽ നിന്നൊക്കെ കിട്ടിയതെല്ലാം ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ 6 വാള്യവും കവർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഹാരിസ് സാറിന്റെ ക്ലാസ്സുകൾ കിട്ടുന്നത്. അപ്പൊ ഞാൻ 6 വാള്യവും ഞാൻ പഠിച്ചത് കൊണ്ട് തന്നെ, പക്ഷെ ഞാൻ ഇത്രയും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നഹ്വിന്റെ ക്വസ്റ്റ്യൻ ഞാൻ പലപ്പോഴും അറ്റൻഡ് ചെയ്യാറില്ല. എന്നുവെച്ചാൽ പേടിയാണ്, തെറ്റുമോ എന്നുള്ള പേടി കാരണം ഞാൻ അറ്റൻഡ് ചെയ്യൂല. അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലോ തെറ്റുമായിരിക്കും. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഞാൻ ഇത് വന്ന് എൻ്റെ അനിയത്തി അടുത്ത് ഞാൻ വന്ന് പറയും, എടേ ഇങ്ങനെയാണ് സംഭവം, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, ഞാൻ എഴുതുന്നത് തെറ്റുമായിരിക്കും. അത് ചില അദബിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് ഉദാഹരണം പറഞ്ഞാൽ, ഈ ഹാഫിദ് ഇബ്രാഹിമിന്റെ എഴുതിയ രചന ചോദിച്ചു, ധൻഷുവായി ചോദിച്ചു, എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും. ധൻഷുവായി ഹാഫിദ് ഇബ്രാഹിമിൻ്റെതാണെന്ന് എനിക്ക് എക്സാം ഹാളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ അനിയത്തി പറഞ്ഞെന്ന നിന്റെ മനസ്സിൽ നീ പഠിക്കുന്നത് നീ ഉറപ്പിച്ചിട്ടില്ല, ആൻസർ ഉറപ്പില്ല, നിനക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷേ നമുക്ക് ഫോക്കസ് ചെയ്ത് നീ പഠിച്ചിട്ടില്ല. അപ്പോൾ ശരി, അപ്പൊ ഞാൻ കുറച്ചുകൂടി കാര്യം എനിക്ക് മനസ്സിലായി, എന്നെ കുറിച്ച് വീണ്ടും ഞാൻ മനസ്സിലാക്കേണ്. പക്ഷെ എനിക്ക് ജോലിക്ക് കയറിയേ പറ്റുള്ളൂ. വീണ്ടും ഞാൻ പഠിച്ചു. അപ്പൊ ഞാൻ ഈ ഗ്രാമർ 6 വാള്യം പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഹാരിസ് സാറിന്റെ ആ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും എനിക്ക് നല്ല എളുപ്പമാണത്. പെട്ടെന്ന് എനിക്ക് ക്ലിക്കാവും. പിന്നീട് വരുന്ന എക്സാമുകൾക്കെല്ലാം ഞാൻ ഈ ഹൈസ്കൂൾ ആവട്ടെ, ഹയർ സെക്കൻഡറി ആവട്ടെ, അതിനുശേഷം ഞാൻ ഏതൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടോ, ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന തസ്തികയിലാവട്ടെ, എനിക്ക് ഗ്രാമറുകളൊക്കെ കിട്ടും. എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ഹൈസ്കൂൾ എഴുതിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഫോക്കസിൽ തന്നെ ഇപ്പോഴുള്ള ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഈ ഫോക്കസും PSCയും തമ്മിൽ വല്ല ടൈപ്പ് ഉണ്ടോ ടീച്ചറേ എന്ന് എൻ്റെ ചോദിച്ചു. എന്ന് വെച്ചാൽ അന്ന് തലേ ദിവസം നമ്മൾ മാരത്തോണില് പറഞ്ഞിരുന്ന നഹ്വിന്റെ ക്വസ്റ്റ്യൻ, അതേ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒരു വേർഡ്സ് പോലും മാറാതെ വന്നു എന്നുള്ളതാണ്. അത്രത്തോളം നമ്മൾ അത് അങ്ങ്, ഫോക്കസിൽ ഞാനങ്ങ്
വീണ് കിടന്നു പഠിച്ചു. അതാണ് ശരി. അങ്ങനെ നമുക്ക് ഒന്നിനോട് ഇഷ്ടമുണ്ടാവുകയും നമ്മൾ അത് അത്രത്തോളം ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ സക്സസ് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ ഒരു നമുക്ക് തൃപ്തികരമല്ലാത്ത രീതിയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും ശരി തന്നെ, എത്രത്തോളം വിശാലമായി പഠിച്ചാലും അതിൽ നമുക്ക് വലിയ ഗുണം ഉണ്ടാവില്ല. ഒന്ന്. രണ്ട്, നമ്മളുടെ അറിവിൽ നന്നായിട്ട് ഉറപ്പുണ്ടാവണം. അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള പഠനത്തിൽ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ ഈ രാവിലെ നമ്മൾ 4 മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കുന്ന നമുക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം വരും പകല്. ഈ സമയം 10:30 മുതൽ ഞാൻ ക്വസ്റ്റ്യൻ പിന്നെ ഓൾഡ് ക്വസ്റ്റ്യൻസ്, അതോ ക്വസ്റ്റ്യൻ്റെ കളക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ, ഇതെടുത്ത് വെച്ച് ഞാൻ സമയം അഡ്ജസ്റ്റ് ചെയ്ത്, നമ്മൾ PSC ഒരു ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്ര സമയം, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ, ഇങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു. ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഉറപ്പായിട്ടും എഴുതുന്ന ക്വസ്റ്റ്യൻ, സംശയത്തിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിൽ നമ്മൾ സംശയത്തിൽ എഴുതുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രത്തോളം തെറ്റുന്നുണ്ട്, അപ്പോൾ തെറ്റുമ്പോൾ നമ്മൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ തെറ്റുമെന്ന് പേടിച്ചെഴുതാതെ വരും, വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. നമ്മൾ എഴുതിയിരുന്നെങ്കിൽ ആ മാർക്ക് കിട്ടുമായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ അത് ഈ ഒരു അങ്കലാപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ചെയ്യൽ എന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് മാത്രം എഴുതും, അതെല്ലാം ശരിയായിരിക്കും. ഒരു പക്ഷെ ഒന്നോ രണ്ടോ തെറ്റുണ്ടാവും. പക്ഷേ മറ്റുള്ളവരെ എന്ത് ചെയ്യും, നമ്മളെപ്പോലെ മത്സരിക്കുന്ന, അവർക്ക് സംശയമുള്ളത് എഴുതുമ്പോൾ അവരെ മാർക്കങ്ങ് മുകളിലേക്ക് കയറുകയാണ്. അപ്പൊ നമ്മൾ ശരി മാത്രം എഴുതുള്ളൂ എന്ന നിയത്തോടു കൂടി എക്സാം ഹാളിൽ പോകരുത്. നമ്മൾ പോവേണ്ടത്, ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. നമുക്ക് സംശയം ഉണ്ടെങ്കിലും അത് ശരിയാവാം, അത് ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ നമുക്ക് അങ്ങനെ കുറേ മാർക്കുകൾ നമുക്ക് നേടാൻ പറ്റും. അപ്പം ശരിക്കും ഞാൻ നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചത് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, പിന്നീട് ഒരു കാസർഗോഡ് LP ഉണ്ടായിരുന്നു. ഈ 3 എക്സാമിനാണ് ഞാൻ 4 മാസം കുത്തിയിരുന്ന് പഠിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ചതിന് ശേഷം പിന്നീട് വന്ന കുറേ എക്സാമുകൾക്ക് എനിക്ക് ഇതുപോലെ ഇരുന്ന് പഠിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും അവനവനെ മനസ്സിലാക്കുക, അവനവന് എങ്ങനെയുള്ള പഠനമാണ് നല്ലത്. നമുക്കൊരു ഒരു മോട്ടിവേഷൻ കിട്ടാൻ നമുക്ക് ഗ്രൂപ്പ് സ്റ്റഡി നല്ലതാണ്. പക്ഷെ ചിലർക്കെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് സെൽഫ് സ്റ്റഡിയും കൂടെ സൈഡിലൂടെ കൊണ്ടുപോവുക. അതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മാഷാ അല്ലാ, എന്തായാലും ഒരു ഫസ്റ്റ് റാങ്കിലേക്ക് കയറാൻ പറ്റി. കാരണം ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് 2-3 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ എത്രയോ കഷ്ടപ്പെടുന്നുണ്ട്, എത്രയൊക്കെ റാങ്കൊക്കെ വരുന്നുണ്ട്, ജോലിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു 1ാം റാങ്കിൽ എത്താൻ പറ്റുന്നില്ല, ഞാൻ അത്രത്തോളം പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ LP പാർട്ട് ടൈം കൊല്ലം ജില്ലയുടെ ലിസ്റ്റ് വന്നു. ഈ പറഞ്ഞത് ആരോടാണോ ഞാൻ പറഞ്ഞത്, അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയാണ്, ടീച്ചറെ കണ്ടില്ലേ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ലിസ്റ്റ് വന്ന കാര്യം. ഏതായാലും ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഒരു ആഗ്രഹമായിരിക്കും, നമ്മുടെ പല പ്രതിസന്ധികളും ഉണ്ടായിരിക്കും. എല്ലാം പറയാൻ ഇവിടെ 15 മിനിറ്റ് സമയം, അരമണിക്കൂറായിപ്പോയി. അതുകൊണ്ട് ഞാൻ അത് കഥ പറയാതെ നിർത്തിയതാണ്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും, സത്യസന്ധമായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ ആഗ്രഹത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാം. ഒരു കവി പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് പാകമായി നിന്ന് ഒടുവിൽ ഞാൻ എനിക്ക് തന്നെ പാകമല്ലാതായി എന്ന്. അങ്ങനെ ആരും ആകാതിരിക്കട്ടെ. ഞാൻ കുറച്ചൊക്കെ സംസാരിക്കുന്ന ഒരാളാ. അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് പറയാം, നമുക്ക് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്കൊരു സ്റ്റേജ് കിട്ടിയാലേ കഴിവുകളൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ PSC എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വലിയൊരു സ്റ്റേജാണ്. അപ്പോൾ ആ സ്റ്റേജിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. എന്നോട് എല്ലാവരും പറഞ്ഞു, അവസാനം കിട്ടാതായപ്പോൾ വീട്ടിൽ നിന്ന് എന്നോട് ജോലി കിട്ടാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചവർ വരെ പറഞ്ഞു,
ഇനി വേണ്ട മോളെ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, വിധി അതായിപ്പോയില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോക്കാൻ മനസ്സില്ലായിരുന്നു. എൻ്റെ എപ്പോഴും എൻ്റെ വാപ്പച്ചിയാണ് എന്നാണ് ഗവൺമെന്റ് ജോലി നേടണമെന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഇന്ന് എൻ്റെ വാപ്പച്ചി എൻ്റെ കൂടെ ഇല്ല. കഴിഞ്ഞ വർഷത്തെ 6th വർക്കിംഗ് ഡേയിൽ വരെ, ഈ വർഷത്തെ 6th വർക്കിംഗ് ഡേയിൽ വരെ എൻ്റെ വാപ്പച്ചി എൻ്റെ കൂടെ എല്ലാ പ്രവർത്തനത്തിന് നിന്നൊരാളാണ്. അപ്പോൾ സാറ് ഇന്ന് ആ മെസ്സേജ് ഓർത്തപ്പോ എനിക്കൊന്ന് ഫീലായിപ്പോയി. ഞാൻ അത്രത്തോളം ഞാൻ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ കോൺഫിഡൻസോട് കൂടി നിന്ന് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തിരുന്ന നാവായിക്ക സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഞാൻ പറയാൻ വിചാരിച്ചതാണ്, പറയാൻ വിട്ടുപോയി. സാറ് പറഞ്ഞു, ടീച്ചർ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ്, ടീച്ചർ മിക്കവാറും ഇവിടെ ഇരുന്നങ്ങ് റിട്ടയർഡായി പോകുമെന്ന് പറഞ്ഞു. ഈ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഡെയിലി വേജസുകാർക്കെല്ലാം ഇത് ഹേർട്ട് ചെയ്തു. അവർക്കെല്ലാം അറിയാം എനിക്ക് ഏജ് ഉണ്ടെന്ന്. പക്ഷെ സാർ അങ്ങനെ പറയരുതായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷെ ഞാൻ അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് ഞാൻ ഒരു വർഷം ഞാൻ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയില്ല. എല്ലാ അധ്യാപകരും, ഞാൻ കുറെ വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരും എന്നോട് നന്നായിട്ടാണ് പെരുമാറിയിരുന്നത്. ഡെയിലി വേജസ് ആയിട്ട് എന്നെ കണ്ടിട്ടുമില്ല. അപ്പൊ ഇവരെല്ലാം പറഞ്ഞു, ടീച്ചർ പോകല്ലേ, ഇനി വേറൊരാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. ഞാനിങ്ങനെ ഓടി നടന്ന കുട്ടികളെ പിടിക്കുകയും ചെയ്യും, പോസ്റ്റ് പോകാതിരിക്കാൻ. അങ്ങനെ ഞാൻ അതൊന്നും കേട്ടില്ല. ഞാൻ ഒരു വർഷം ഞാൻ വീട്ടിലിരുന്നു. ആ വീട്ടിലിരുന്നതാണ് പിന്നീട് ഞാൻ ആ സ്കൂളിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് അവിടെ വീണ്ടും ചാൻസ് കിട്ടിയത്. ഞാൻ ഹയർ സെക്കൻഡറി ലിസ്റ്റിൽ വന്ന ഒരു ആളായത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ആ സ്കൂളിൽ നിന്ന് തഴയപ്പെടുമായിരുന്നു. ഇന്നും പ്രിൻസിപ്പൾ കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടു, ഭാര്യയോട് പരിചയപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്: എൻ്റെ വാക്ക് കേട്ട് വേദനിച്ചിട്ട് പഠിച്ച് ജോലി വാങ്ങിച്ച ടീച്ചറാണ് ഈ നിൽക്കുന്നത്. ഇതുപോലെ നമുക്കുണ്ടാവും, ഓരോരുത്തർക്കും ഉണ്ടാവും മനസ്സിൽ കൊള്ളുന്ന പരിഹാസങ്ങളും മറ്റ് കുത്തുവാക്കുകളും ഒക്കെ ഒരുപക്ഷെ പറയുന്നുണ്ടാവും. ഒരുപക്ഷെ അവരൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കൂല അത് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ഭാരം കാരണം നമുക്കതൊരു പ്രയാസമായി തോന്നും. അതൊരു തീയായിട്ട് ഉള്ളിൽ കിടന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് സഹായമാകണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് സാധിക്കട്ടെ.